നമ്മുടെ കോട്ടയംകാരുടെ മാത്രം അഹങ്കാരമായ ഒരു അക്കാഡമി നമുക്കുണ്ട്, ദർശന അക്കാഡമി. നമ്മളെല്ലാവരും എന്നും കേട്ട് വരുന്ന നീറ്റ് എക്സാമിന് 100% റിസൾട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അക്കാഡമി. ഇന്ന് ഞാൻ ഇവിടെ ഫാദർ സോണിയുടെ ഒപ്പം ദർശന അക്കാഡമിയുടെ കുറച്ച് വിശേഷങ്ങൾ അറിയാനായിട്ട് വന്നിരിക്കുകയാണ്. വെൽക്കം ഫാദർ. താങ്ക് യു ഫാദർ. നമ്മുടെ അക്കാഡമി എങ്ങനെയാണ് നമുക്കിതിൻ്റെ അധികം പരിചിതമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ദർശന അക്കാഡമീനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? ദർശന അക്കാദമി നമ്മൾ പറയുന്നത് കോട്ടയം ദർശന അക്കാദമി എന്നാണ്. അതായത് കോട്ടയത്തെ ആദ്യത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ. അത് കോട്ടയംകാരുടെ അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ അഹങ്കാരത്തോടുകൂടി പറയും കോട്ടയത്തിൻ്റെ ദർശന അക്കാദമി എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദർശന അക്കാദമി തുടങ്ങിയിട്ട് 35 വർഷമായി. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടി തുടങ്ങിയ സ്ഥാപനമാണ് ദർശന അക്കാദമി. അതിൻ്റെ ആ ലക്ഷ്യം ഇപ്പോഴും അത് പൂർത്തീകരിച്ച് മുന്നോട്ട് ഏറ്റവും നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അതിനുള്ള തെളിവാണ് നമുക്ക് ഈ വർഷം കിട്ടിയ റിസൾട്ട്. ഏകദേശം 100% വിജയമുണ്ട്. നമ്മുടെ 208ഓളം കുട്ടികളാണ് പരീക്ഷ എഴുതി. 207ഓളം കുട്ടികൾ. അതിൽ നമുക്ക് 100 പേർക്ക് ഈ പ്രാവശ്യം ഗവൺമെൻറ് സീറ്റ് ഉറപ്പാണ്. നമ്മൾ കേട്ട് വന്നിട്ടുണ്ട് എൻട്രൻസ് അക്കാഡമികൾ പലപ്പോഴും ലീഡ് ചെയ്യാറുള്ളത് റിട്ടയർഡ് IAS ഓഫീസേഴ്സ്, ഡോക്ടേഴ്സ് എന്നൊക്കെയാണ്. എനിക്കറിയാം അച്ഛൻ ഒരു ആസ്പയറിംഗ് PhD ഹോൾഡറാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ അക്കാഡമി നടത്തി വരുന്നതിൽ? എൻ്റെ ആഗ്രഹം ഒരു ഡോക്ടർ ആകണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറഞ്ഞിപ്പം ഞാനൊരു ഡോക്ടറാകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ എനിക്ക് ഡോക്ടറാണ്. പക്ഷേ ഈ ഫീൽഡല്ല, എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് തന്നെയാണ്. ഞാൻ ഫിസിക്സ് ഇവിടെ അധ്യാപകനാണ്. ഒരുപക്ഷെ ഫിസിക്സ് ഈ ഫീൽഡിൽ എൻട്രൻസിലെ വൈദികരിൽ വളരെ കുറവാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫിസിക്സിനുള്ള പാഷൻ കൊണ്ടാണ് ഞാൻ ഈ ട്രെയിനിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ആസ് എ സ്റ്റുഡൻറ്റ്, ഞാനൊരു സ്റ്റുഡൻ്റാണ്, അതുപോലെ തന്നെ ഒരു അധ്യാപകനുമാണ്. അപ്പോൾ 2 രീതിയിൽ കുട്ടികളെ കണ്ടുകൊണ്ടാണ് ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. അച്ഛാ, നമ്മൾ ദർശന അക്കാഡമി ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ അക്കാഡമി എങ്ങനെയാണ് മറ്റൊരു കോച്ചിങ് സെൻറ്ററിൽ നിന്ന് യൂണീക്ക് ആവുന്നത്? നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെൻ്ററുണ്ട്. അത് വലുതായിട്ടും ചെറുതായിട്ടുള്ള ഒരുപാട് സെൻ്ററുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ദർശന അക്കാദമി എന്ന് പറയുന്നത് ഒന്നാമത് ഇത് കോട്ടയത്തിൻ്റെ സ്വന്തം, അതുപോലെ തന്നെ CMI സഭയുടെ ഏക എൻട്രൻസ് കോച്ചിങ് സെൻ്ററാണ് ദർശന അക്കാദമി. അപ്പോൾ ഒരുപാട് സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റീസും മെഡിക്കൽ കോളേജുകൾ അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നടത്തി പരിചയമുള്ളവരാണ് CMI വൈദികർ. അപ്പോൾ അതിലൊരു അംഗമാണ് ഞാൻ. അപ്പോൾ അത് നമ്മുടെ ഏകദേശം 35 വർഷം മുമ്പ് കേരളത്തിൽ കോട്ടയത്തിൻ്റെ സ്വന്തം, അല്ലെങ്കിൽ കോട്ടയത്തെ ആദ്യത്തെ എൻട്രൻസ് കോച്ചിങ് സെൻ്ററാണ് ദർശന അക്കാദമി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800-കളിൽ ചാവറയച്ചൻ മാന്നാനത്ത് കോട്ടയം അടുത്ത് തന്നെ ആദ്യത്തെ സംസ്കൃത സ്കൂൾ തുടങ്ങിയത്. അത് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന കൺസെപ്റ്റാണ്. അപ്പോൾ ഈ 10-30 വർഷം മുമ്പ് ഈ എൻട്രൻസ് കോച്ചിങ് അല്ലെങ്കിൽ മെഡിസിൻ അഡ്മിഷൻ, എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതർക്ക് മാത്രം, അല്ലെങ്കിൽ ചില പ്രത്യേക സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക്, അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്ന സമയത്ത് എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് ഞങ്ങൾ നോക്കാറില്ല. അല്ലെങ്കിൽ 95% മുകളിലുള്ളവരെ മാത്രം പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഫീസ്, അല്ലെങ്കിൽ ഇത്ര കാശ് അടിച്ചാൽ അല്ലെങ്കിൽ ഇത്ര ഫീസ് പേ ചെയ്താൽ മാത്രമേ പഠിക്കാനുള്ളതൊന്നുമില്ല. നമ്മളത് സ്കോളർഷിപ്പ് കൊടുത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ പഠിപ്പിച്ച്, ലക്ഷ്യമെന്ന് പറയുന്നത് നല്ല സമൂഹത്തിന് ഉപകാരമുള്ള ഡോക്ടർമാരെ, വെറുതെ കുറച്ച് ഡോക്ടർമാരെ സൃഷ്ടിക്കുന്നതിൽ ഉപകാരമുള്ള നല്ല മനുഷ്യരാക്കി നല്ല ഫോർമേഷൻ കൊടുത്ത് നല്ല ഡോക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ദർശന. അതാണ് മറ്റ് കോച്ചിങ് സെൻ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കോച്ചിങ് മാത്രമല്ല, വ്യക്തിയുടെ ഒരു ട്രെയിനിങ് കൂടെ, നല്ലൊരു സ്വഭാവമുള്ള നമുക്ക് നല്ല ഡോക്ടർമാരെയല്ലേ എപ്പോഴും നമ്മളോട് ആൾക്കാരോട് നന്നായിട്ട് ഇടപെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇടപെടുന്ന നല്ല എഞ്ചിനീയർമാരെയൊക്കെയാണ്. അതാണ് ദർശന അക്കാദമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളൊരു ട്രഡീഷണൽ ക്ലാസ് റൂം ലേണിംഗ് ആൻഡ് ഒരു മോഡേൺ ടെക്നോളജി, നമ്മളിപ്പോൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി, അതെങ്ങനെയാണ് ദർശന അക്കാദമി അഡാപ്റ്റ് ചെയ്യുന്നത്? ദർശന അക്കാദമിയിൽ നമ്മൾ 2 തരത്തിലുള്ള ലേണിംഗ് പ്രോസസ്സും ഉണ്ട്. അതായത് ഡിജിറ്റലും ഉണ്ട്, നമ്മുടെ ട്രഡീഷണൽ ടീച്ചിങ് മെത്തഡോളജി. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഹൈബ്രിഡ് എന്ന് പറയാം. അതിൻ്റെ ഹൈബ്രിഡ്, അതായത് ഡിജിറ്റൽ സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ട്രഡീഷണൽ. അപ്പം നമുക്കറിയാം ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ്, ഇവിടെ പലരും പേരൻസ് പറയുന്നതാണ് ടീച്ചേഴ്സ്, ചിരിക്കുന്ന മുഖമുള്ള ടീച്ചേഴ്സ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൽ. അപ്പം നമ്മൾ കണ്ട് ഇവിടെ സിനിമകളിലൊക്കെ മൂവീസ് കാണാം, എൻട്രൻസ് കോച്ചിങ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇവിടെ അതല്ല, ടീച്ചേഴ്സ് വളരെ ഫ്രണ്ട്ലി ആയിട്ട്, എന്നാൽ മോഡേൺ ടെക്നോളജി, നമ്മുടെ ഡിജിറ്റൽ ക്ലാസ് റൂംസ് ആണ്.
അല്ലെങ്കിൽ ആദ്യമായിട്ട് ടാബൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദർശൻ അക്കാദമിയാണ് ഈ ഫീൽഡിൽ. പക്ഷേ അത് അത്ര പോസിറ്റീവ് അല്ലെന്ന് മനസ്സിലാക്കി. കാരണം നമുക്കറിയാം ഇന്നത്തെ കുട്ടികളുടെ മൊബൈലിനോടുള്ള അഡിക്ഷൻസും അതുപോലെ ഡിജിറ്റൽ മീഡിയാസുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതെല്ലാം മനസ്സിലാക്കി ക്ലാസ് റൂമുകളിൽ ഡിജിറ്റൽ ബോർഡ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യാമ്പസിൽ നമ്മുടെ റിസപ്ഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മൊബൈൽ ഫോൺ അലൗഡ് അല്ല. അതായത് കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന അങ്ങനെ വളരെ ഒരു ഗുരുകുലം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇതിനകത്തേക്ക് കയറിയാൽ പിന്നെ ടീച്ചേഴ്സും കുട്ടികളും മാത്രമേ ഉള്ളൂ. അവരുടെ പഠനം അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും വരാത്ത രീതിയിൽ നമ്മൾ നോക്കുന്നു. അച്ഛാ, നമ്മൾ ഫാക്കൽറ്റീനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ആസ് എ കോച്ച് അവരുടെ റോൾ എങ്ങനെയാണ് ക്ലാസ് റൂംസിൽ? നമ്മുടെ ഫാക്കൽറ്റീസിനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഉള്ള ഫാക്കൽറ്റീസിനെ കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ ഇവിടെ ഉള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്. അത് 10 വർഷമായിട്ടുള്ളവരുണ്ട്, 12, 14, 16 അങ്ങനെയുള്ള ഫാക്കൽറ്റീസ്. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് കൂടുതലും നമുക്കുള്ളത്. പിന്നെ നമ്മൾ ജൂനിയർ ഫാക്കൽറ്റീസിനെ എടുക്കാറുണ്ട്. എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 1 വർഷത്തെ ട്രെയിനിങ് ആണ് സത്യം പറയാം. നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കും, അതുപോലെ തന്നെ കുട്ടികൾക്ക് ക്ലാസ് ടീച്ചർ റോള് കൊടുക്കും ടീച്ചേഴ്സിന്. അതുപോലെ അവർ പഠിക്കണം 1 വർഷം. കാരണം ഇത് വെറും ഒരു സാധാരണ കോച്ചിങ് സെൻറ്റർ പോലെ ജസ്റ്റ് ക്ലാസ് എടുത്തിട്ട് പോകുന്ന സിസ്റ്റം അല്ല. കുട്ടികളെ ശരിക്കും അവരുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. അപ്പോൾ അവരെ അറിഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്കൊരു ട്രെയിനിങ് കൊടുക്കുന്നത്. അങ്ങനെ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ അവരെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അപ്പം കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ പല ബാച്ചുകളുണ്ട്. അപ്പം റിപ്പീറ്റേഴ്സ് ബാച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 1 ഇയർ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ. അപ്പം അതിലേക്കുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ കയറ്റും. ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മിനിമം PG ആണ്. പിന്നെ PhD നമ്മൾ പോസിബിളായിട്ട് ഉള്ളവർക്ക് നമ്മൾ ചില സബ്ജക്റ്റ് PhD ഉള്ളവരുണ്ട്. ബേസിക് നമ്മൾ PG ആണ്. പിന്നെ പഠിപ്പിക്കാൻ കുട്ടികളെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കാനുള്ള ഒരു കഴിവും കൂടെ. അതാണ് നമ്മൾ ഇൻ്റർവ്യൂ വെച്ച് ക്ലാസ് നോക്കി ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്കിവിടെ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമും കൂടി ഉണ്ട്. റെസിഡൻഷ്യൽ സ്റ്റുഡൻസിന് നമ്മൾ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ ഈ ക്യാമ്പസ് മെയിൻലി റെസിഡൻഷ്യൽ ബാച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ ക്യാമ്പസിൽ തന്നെ ക്യാമ്പസ് തന്നെയാണ് ഗേൾസിനും ബോയ്സിനും ഉള്ള ഹോസ്റ്റൽ. അത് നമ്മൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പം ഭയങ്കരമായിട്ട് അവരുടെ അക്കാഡമിക്സും ഹോസ്റ്റലുമായിട്ട് കണക്റ്റഡ് ആണ്. അവർ മെജോറിറ്റി ടൈം നമ്മുടെ ക്ലാസ് റൂമിലേക്ക് പോകുന്നത് ജസ്റ്റ് അവർ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വിടുന്നത്. ബാക്കി സമയം ക്ലാസ് റൂംസ്, അവർക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, പിന്നെ സ്റ്റഡി ടൈം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവർക്ക് ഓരോ കുട്ടിക്കും പഠിക്കുന്നതിൻ്റെ അവരുടെ ആവശ്യത്തിനുള്ള രീതിയിലുള്ള ടൈം ടേബിൾ അവർക്ക് സെറ്റ് ചെയ്യാം. അതായത് ചില കുട്ടികൾ ലേറ്റായിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അവരെ നമ്മൾ കൃത്യം 5 മണിക്ക് എഴുന്നേക്കണമെന്ന് പറയില്ല. ചിലപ്പോൾ അവർ കിടന്നുറങ്ങുന്നത് 2 മണിക്കായിരിക്കാം. അപ്പോൾ അവരതനുസരിച്ച് അവർക്ക് ടൈം ഉണ്ട് എഴുന്നേക്കാൻ. പക്ഷേ നമുക്കൊരു കോമൺ ടൈം ടേബിൾ ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പ്രെയർ അതെല്ലാം ഉണ്ട്. പക്ഷെ അത് കുട്ടികളത് കൃത്യമായിട്ടും നോക്കി ചെയ്യും. ഹോസ്റ്റൽ വാർഡന്മാർ അത് ചെയ്യിക്കുന്നുണ്ട്. ഇനി ചില കുട്ടികൾ അല്പം നേരത്തെ കിടക്കുന്നവരായിരിക്കും. പക്ഷേ അവർ ചിലപ്പം 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കും. അപ്പം നമ്മൾ അവർക്കൊരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ കിടക്കണം, ഇത്ര എഴുന്നേക്കണമെന്നല്ല. അവരുടെ ഫ്രീഡത്തിന് അവർക്ക് എപ്പോഴാണ് പോസിബിളായിട്ട് പഠിക്കാനുള്ള സമയം. പക്ഷേ അത് നമ്മൾ ഓൾറെഡി ഇൻഫോം ചെയ്ത് പേരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മളതങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, വീട്ടിലാണെങ്കിൽ ഇവർ മൊബൈൽ അങ്ങനെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ട്. നമ്മൾ ഇവിടെ അത് അലൗഡ് അല്ല. അവർക്ക് ഫോൺ ഉപയോഗിക്കാം. ആഴ്ചയിൽ 2 ദിവസം മാത്രം വീട്ടിലേക്ക് വിളിക്കാൻ 1/2 മണിക്കൂർ കൊടുക്കും. അത് പേരൻസും അതിൽ ഹാപ്പിയാണ്, പഠിച്ചിട്ട് പോലുള്ള കുട്ടികളും ഹാപ്പിയാണ്. കാരണം അവർക്ക് അതുകൊണ്ട് കൂടുതൽ സമയം പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആദ്യം വരുമ്പോൾ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം എങ്ങനെയാണ് മൊബൈൽ ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് വന്നിട്ട്, നമുക്കറിയാം ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകത ഇല്ലാതെ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ദർശനയിലെ ക്യാമ്പസിൽ നമ്മുടെ പോളിസിയാണ് അത്. മൊബൈലൊക്കെ മാറ്റി വെച്ച് പഠിക്കുന്നു. പിന്നെ നമ്മൾ എപ്പോഴും അവൈലബിൾ ആണ്. ടീച്ചേഴ്സ് ഇവിടെ ഫുൾ ടൈം ഉണ്ട് കുട്ടികളുടെ കൂടെ. അതുപോലെ തന്നെ വാർഡന്മാരുണ്ട് അവൈലബിൾ ആയിട്ട്. അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് ഹോം അവേ ഫ്രം ഹോമാണിത്. അവരുടെ വാർഡൻസ് ഒരു പക്ഷേ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ പറയുന്ന അവരുടെ അമ്മമാരെ പോലെയാണ് വാർഡൻസ്, അല്ലെങ്കിൽ അപ്പനെ പോലെ സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരു കെയർ കൊടുത്തുകൊണ്ട് നമ്മൾ കുട്ടികളെ പഠനത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലോട്ട് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോട്ടയംകാരുടെ മാത്രം അഹങ്കാരമാണ് ദർശന. നമ്മൾ ഇനി അടുത്ത കാലത്ത് മറ്റുള്ള ജില്ലകളിലോട്ടോ സംസ്ഥാനത്തിലോട്ടോ എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻസ് ഉണ്ടോ? കോട്ടയം ദർശന എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. കോട്ടയത്തിൻ്റെ അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോട്ടയത്തെ ആദ്യത്തെ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ. നമുക്ക് മറ്റ് ജില്ലകളിൽ സെൻറ്റർ ഉണ്ട്. കാരണം കട്ടപ്പന, അതുപോലെ തിരുവല്ല, പത്തനംതിട്ട. പക്ഷേ അതെല്ലാം നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചുകളല്ല. നമ്മുടെ ജസ്റ്റ് വീക്കെൻഡ് ക്ലാസ്സുകൾ മാത്രം നടത്തുന്ന സെൻറ്റേഴ്സാണ്. ഈ റെസിഡൻഷ്യൽ ബാച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും താല്പര്യം കോട്ടയത്ത് തന്നെ കണ്ടിന്യൂ. അതുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിൽ പോയി നമ്മൾ
പുതിയ റെസിഡൻഷ്യൽ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാത്തത്. കാരണം കോട്ടയം ദർശന എന്നാണ്, കോട്ടയത്തിൻ്റെ സ്വന്തം ദർശനയാണ്. അപ്പം കോട്ടയത്തേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വന്ന് പഠിക്കാം. നമ്മൾ അങ്ങോട്ട് പോകുന്നതിലും ഇവിടെ എല്ലാ ഫെസിലിറ്റീസും കൂടെ നമ്മുടെ, അതായത് റിവർ വ്യൂ ക്യാമ്പസ് ആണ്. ഇത്ര മനോഹരമായ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ വേറെ കാണത്തില്ല. ആറിൻ്റെ തീരത്താണ് നമ്മുടെ ഈ സെൻറ്റർ ഇരിക്കുന്നത്. അപ്പം മറ്റു കുട്ടികൾക്ക് അപ്പോൾ ഇവിടെ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കോട്ടയത്ത്, നമുക്കറിയാം അക്ഷര നഗരിയാണ് കോട്ടയം. അപ്പോൾ ആ കോട്ടയത്തേക്ക് വന്ന് അറിവ് നേടിയിട്ട് കുട്ടികൾക്ക് പോകാമെന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ തന്നെ മെയിനായിട്ട് നമ്മുടെ ക്യാമ്പസും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിക്കുന്നതും, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ അധികം പോകാതിരിക്കുന്നതിനുള്ള റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛൻ പറഞ്ഞു ഒരു അക്കാഡമി അല്ലെങ്കിൽ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിലും ഒരു പേടിയുണ്ടാവും. ഒത്തിരി പ്രഷറും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ്. അതിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? ഇത് ജനറലി എല്ലാവർക്കും ഉള്ളൊരു ചിന്തയാണ്. എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ സത്യം പറഞ്ഞാൽ ഒത്തിരി ടെൻഷൻ ഉള്ള ഒരു മേഖലയാണ്. നമ്മുടെ സാധാ സ്കൂളോ അല്ലെങ്കിൽ കോളേജിനേക്കാളും വ്യത്യസ്തമായിട്ട് ഞാൻ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഹോസ്റ്റലുകൾ നോക്കിയിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ അതിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ കുട്ടികൾ ശരിക്കും ടെൻഷൻ അനുഭവിക്കുന്നത്. അപ്പം നമ്മുടെ പോരാത്തതിന് റെസിഡൻഷ്യൽ ബാച്ചും കൂടെയാണ്. അപ്പോൾ ഇവർക്ക് പേരൻസിനെ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ 2 ദിവസം വിളിക്കാൻ പറ്റുള്ളൂ. അപ്പം ശരിക്കും ടെൻഷൻ ആവുമെന്നല്ലേ വിചാരിക്കുന്നത്. പക്ഷെ അതിനുള്ള വഴികൾ നമ്മുടെ സിസ്റ്റം അതനുസരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഈ കുട്ടികൾക്ക് ഹോസ്റ്റലിലാണെങ്കിലും നമ്മൾ ഒരിക്കലും ഫുൾ ടൈം സ്റ്റഡി എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. അവർക്ക് റിലാക്സ് ചെയ്യാൻ നമ്മൾ സമയം കൊടുക്കും. അതായത് ചിലപ്പോൾ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ജസ്റ്റ് ഗെയിംസിന് വേണ്ടി കൊടുക്കും, അല്ലെങ്കിൽ അവരോട് ജസ്റ്റ് ക്യാമ്പസിൽ കൂടെ നടക്കാൻ പറയും. കമ്പൾസറി. അത് ആ സമയത്ത് ആരെയും പഠിക്കാൻ സമ്മതിക്കുമല്ല. അതുപോലെ നമ്മൾ സെലിബ്രേഷൻസ് എല്ലാ മാസവും നമ്മൾ ഇവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ കുട്ടികൾ തന്നെ പറയും, ലോകത്തൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലും ഇങ്ങനെ ഒരു സെലിബ്രേഷൻ കാണുമായിരുന്ന കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ പലപ്പോഴും നമ്മളോട് ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ പറയും. പക്ഷേ അതിൽ കാര്യമുണ്ട്. കാരണം ഈ കുട്ടികൾ ശരിക്കും ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് ചെറിയ പ്രോഗ്രാം ഒക്കെ അവതരിക്കാൻ പറയും, ഡാൻസോ പാട്ടോ. ഇതിനൊന്നും പ്രിപ്പയർ ചെയ്യാൻ സമയം കൊടുക്കത്തില്ല. ഒരു മണിക്കൂർ മുമ്പ് പറയും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്യും. അത് കഴിയുമ്പോൾ അവർ നന്നായിട്ട് പെർഫോം ചെയ്യും. എന്നിട്ട് അവർക്ക് ജസ്റ്റ് ഡാൻസ് ചെയ്യാനും, അല്ലെങ്കിൽ അവരെ എന്താ പറയുന്നത്, ടെൻഷനൊക്കെ ഒന്ന് കുറച്ച് റിലാക്സ് ചെയ്യുക. അവർ ആ 1-2 മണിക്കൂർ. പിന്നെ നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ എന്താ പറയുന്നത്, മൊത്തത്തിൽ റിലാക്സ് മോഡിലേക്ക് വരും. അതുപോലെ തന്നെ നമ്മൾ അവരെ റിലാക്സ് ചെയ്യാണ്ട് ചെയ്യിക്കുന്ന വേറൊരു പ്രോഗ്രാമാണ്. നമ്മൾ അവരെ എക്സാംസ് ഉണ്ട്, ഒരുപാട് എക്സാംസ് ഉണ്ട്. നമുക്ക് എല്ലാ ആഴ്ചയും എക്സാംസ് ഉണ്ട്, മന്ത്ലി എക്സാംസ് ഉണ്ട്. അപ്പോൾ അത് എക്സാംസ് കഴിയുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഇവർ പ്രതീക്ഷിക്കുന്ന മാർക്ക് എല്ലാ എക്സാമിന് കിട്ടത്തില്ല. അവർ ശരിക്കും അന്ന് എക്സാം കഴിയുന്ന ദിവസം ശരിക്കും സത്യം പറഞ്ഞാൽ അവർ സങ്കടത്തോടു കൂടി പോകുന്നൊരു ദിവസമായിരിക്കും. അത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ ദിവസം അന്ന് വൈകുന്നേരം നമ്മൾ അവർക്ക് മന്ത്ലി എക്സാം കഴിയുമ്പോഴാണ് ഒരു മൂവി, അത് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മൂവീസ് കൊടുക്കുക. അപ്പം അത് കാണുമ്പം അവരെന്താണ് റിലാക്സ് ആകും കുറച്ചുകൂടെ. അപ്പം പിന്നെ ആ ഒരു ദിവസത്തെ പ്രശ്നമുള്ളൂ. പിറ്റേ ദിവസം ആകുമ്പം അവർ നോർമലായി. അപ്പോൾ അങ്ങനെ റെസിഡൻഷ്യൽ ബാച്ച് നമുക്ക് അവരെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡന്മാർ, ഇപ്പോൾ നമ്മുടെ വാർഡന്മാർ പലപ്പോഴും പറയുന്നത് അമ്മമാരെ പോലെയാണെന്ന് പറയുന്നത്. കാരണം അവർ എക്സ്പീരിയൻസ്ഡ് ആണ്, ഇവിടെ വർഷങ്ങളായിട്ട് വാർഡന്മാരായിട്ട് സേവനം ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ കുട്ടികളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, ഇപ്പം ഒരു ചെറിയ പനിയോ തലവേദന വന്നാൽ അപ്പോഴേ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, വാർഡന്മാർ തന്നെ കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അതുപോലെ അവരുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത്, അത് പേരൻസിനോട് ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട്, കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പെർമിഷൻ ഇല്ലെങ്കിലും അവരുടെ പേരൻസുമായിട്ട് വാർഡന്മാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്, അതായത് ഈ ഒരു വർഷം അവർ സ്വന്തം വീട് പോലെ തന്നെയാണ് ഇത് കാണുന്നത്. പിന്നെ കുട്ടികളെ റിലാക്സ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു കൂടുതൽ പ്രെയർ ഫോക്കസ് ചെയ്തിട്ടാണ്. അതായത് പ്രാർത്ഥന, ദൈവത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ദർശനം കൊടുക്കുന്നത് ദൈവത്തിനാണ്. അപ്പോൾ നമ്മളിവിടെ അതിനുള്ള പ്രെയറിന് അവർക്കുള്ള പ്രാർത്ഥിക്കാനുള്ള നമ്മൾ ചാപ്പലുകളുണ്ട്, നിത്യാരാധന ചാപ്പലുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് പിന്നെ പ്രേയേഴ്സ് ഉണ്ട്, ആരാധന, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും കമ്പൽസറി അല്ല. കാരണം പല രീതിയിലുള്ള കുട്ടികളുണ്ട്, പല മതവിശ്വാസികളുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കോമൺ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊക്കെ എല്ലാം ചെയ്യും. അതുപോലെ അമ്പലത്തിൽ പോകാനുള്ള അവസരം, അവർക്ക് പള്ളിയിൽ പോകാനുള്ള അവസരം എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹോം അവേ ഫ്രം ഹോം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ. ഒരു സ്റ്റുഡൻറ്റ് ദർശന അക്കാഡമിയിൽ വിജയിക്കാൻ എന്തൊക്കെ ക്വാളിറ്റിയാണ് ആസ് എ സ്റ്റുഡൻറ്റ് അവർക്ക് വേണ്ടത്? അത് ഞാൻ സാധാരണ കുട്ടികളോട് പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പം ഡോക്ടറോ എഞ്ചിനീയറോ ആകണമെങ്കിൽ ആദ്യം ഒന്നാമതായി വേണ്ടത് അവർക്ക് ആഗ്രഹമാണ്. ആ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലക്ഷ്യം നേടാൻ പറ്റൂ. അപ്പോൾ ഒന്നാമത്തേത് ആഗ്രഹം. രണ്ടാമതായിട്ട് പഠിക്കാനൊരു മനസ്സ് വെച്ച് പഠിച്ചാൽ മതി. അതിൽ സാമ്പത്തികമോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ പരിഗണിക്കുകയില്ല. അപ്പം മനസ്സ് വെച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ പഠിക്കാനൊരു മനസ്സ്. മൂന്നാമതായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. മൂന്നാമത്തെ കാര്യം. ഇതിൽ ഒന്നാമത് വരേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞപ്പോൾ 3ാമത്തെ പോയിന്റ് ആയി പോയെന്നുള്ളത്. അതായത് ദൈവത്തിൽ ആശ്രയിക്കുക. കാരണം നമ്മൾ ഈ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്.
720 മാർക്കിൻ്റെ ഇപ്പം നീറ്റിൻ്റെ പറയുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ ഈ വർഷം 25 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയതാണ്. അപ്പോൾ അത്രയും കുട്ടികൾ എഴുതുന്ന കൂട്ടത്തിലാണ് ദർശൻ അക്കാദമിയിലെ 200 അല്ലെങ്കിൽ 300 കുട്ടികൾ എഴുതുന്നത്. അപ്പോൾ അതിൽ എക്സാം ഹാളിൽ പതറാതിരിക്കാനായിട്ട് അതിൽ എൻ്റെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. നീറ്റ് എക്സാമിന് ഞാൻ കണ്ടതാണ് കുട്ടികൾ, പല കുട്ടികളും ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാം ഹാളിൽ പതറിപ്പോയി ക്വസ്റ്റ്യൻ പേപ്പർ ടഫായപ്പോൾ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പിള്ളേരാണെങ്കിൽ പോലും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് അവരെ സഹായിക്കാനായിട്ട് പേരൻസോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ആരും ഇല്ല. അവിടെ ദൈവത്തിന് മാത്രമേ ഇടപെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ പ്രാവശ്യം വളരെ ടഫായിട്ടുള്ള എക്സാം ആയിരുന്നെങ്കിൽ പോലും അതിൽ പതറിയില്ല. കാരണം നമ്മൾ അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുത്തു. അവരോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മക്കൾ നിങ്ങൾ പഠിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം വേണം, ദൈവത്തെ കൂട്ടുപിടിച്ചോണെന്ന് പറഞ്ഞു. കുട്ടികൾ അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഒരു നല്ല റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. നമ്മളുടെ അക്കാഡമി നോക്കി വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്, പേരൻസ് ഉണ്ട്. അവരോട് അച്ഛന് പറയാൻ എന്ത് മെസ്സേജാണുള്ളത്? നമ്മുടെ ദർശന അക്കാഡമി ആസ്പയർ ചെയ്യുന്ന പേരൻസ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. അവരോട് നമുക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? അതായത് എൻട്രൻസ് ഫീൽഡിൽ ഇതുപോലെ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഒരുപക്ഷെ കോട്ടയം ദർശന അക്കാദമി മാത്രമേ ഉള്ളൂ. അതെനിക്ക് വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റും. ഇത് ഞാൻ പറയാനുള്ള കാര്യം പല പേരൻസും നമ്മളോട് പറഞ്ഞ കമൻസാണ്. ഇപ്പോൾ കുട്ടികളെ ഇവിടെ വിടുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നോക്കത്തുള്ളൂ കുട്ടികളെ, അതിപ്പം അതിനാവശ്യമുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഇവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കൗൺസിലിങ്ങിന് നമുക്ക് സെഷനുണ്ട്, കൗൺസിലേഴ്സ് വരും. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് ആ ഫീൽഡിൽപ്പെട്ടവർ, അങ്ങനെ എല്ലാ രീതിയിലുള്ള വളർച്ചയും. അതുപോലെ തന്നെ ഇപ്പം ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല ഭക്ഷണം എന്ന് ഞാൻ പറയുന്നത്, ഞാൻ ലക്ഷറീസ് ഫുഡ് എന്ന് ഞാൻ പറയുന്നില്ല, നല്ല ഭക്ഷണം. ഹോസ്റ്റൽ അതുപോലെ ലക്ഷറീസ് ഹോസ്റ്റലല്ല, അവർക്ക് താമസിക്കുക. ഒരു നീറ്റ് പഠിക്കുന്ന ഒരു കുട്ടി തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞാണ്, ഒരു നീറ്റ് പഠിക്കേണ്ട ഒരു കുട്ടിക്ക് ആവശ്യമുള്ളതെല്ലാം ദർശന അക്കാദമിയിൽ ഉണ്ടെന്നാണ് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ടും അവർക്ക് ഇങ്ങോട്ട് നമ്മളെ ഏൽപ്പിക്കാം. അതുപോലെ തന്നെ ഒരു പേരൻറ്റ് പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ മകൻ അതായത് റിപ്പീറ്റ് ചെയ്തു ഒരു വർഷം, ഒരു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സെൻട്രലാണ്, വലിയ സെൻട്രലാണ്. അതിനുശേഷം ദർശനയിലേക്ക് വന്നു, ഈ വർഷം വന്നു, നല്ല മികച്ച വിജയം ലഭിച്ചു. അപ്പോൾ ആ പേരൻറ്റ് പറഞ്ഞ കാര്യം ഇതാണ്, അവിടെ എൻ്റെ മകന് മുഖമില്ലായിരുന്നു, ദർശനയാണ് മുഖമാക്കി കൊടുത്തത്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു മുഖമായി മാറിയത്. കാരണം അവിടെ 10,000 20,000 കൂടെ ഇരിക്കുമ്പോൾ എൻ്റെ മകന് മുഖമില്ല, പക്ഷെ ദർശനയും വന്നപ്പോൾ മുഖം ഉണ്ടായി എന്ന് പറയുന്നു. പിന്നെ പേരൻസിനോട് പറയാനുള്ളത്, നമ്മുടെ ഒരുപക്ഷെ പേരൻസൊക്കെ എപ്പോഴും റിസൾട്ട് നോക്കുന്നവരാണ്. അതെപ്പോഴും ഈ പത്രത്തിൽ കാണുന്ന റിസൾട്ടാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. 1ാം റാങ്ക് 2ാം റാങ്ക് അങ്ങനെയുള്ള റിസൾട്ടുകൾ നോക്കും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ദർശന അക്കാദമിയുടെ കഴിഞ്ഞ ഈ വർഷത്തെ റിസൾട്ട് നമുക്ക് എഴുതിയ കുട്ടികൾ വെറും 207 പേര്. അതിൽ നിന്ന് നമുക്കൊരു 100 പേർക്ക് സീറ്റ് കിട്ടും, ഗവൺമെൻറ് സീറ്റ് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ്, നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ 100 പേർക്ക് കിട്ടിയെന്ന് പറയുന്നു. എന്നാൽ നേരെ മറിച്ച് ഒരു സെൻട്രൽ ഇപ്പോൾ ഉദാഹരണത്തിന് 10, 20,000, 30,000 കുട്ടികൾ പഠിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് 3,000, 5,000 പേർക്ക് കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ നോക്കുമ്പം ദർശനയിൽ നിന്ന് 100 പേർക്കും അവിടുന്ന് 5,000 പേർക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് അതാണ് എപ്പോഴും പേരൻസ് നോക്കുന്നത്. പക്ഷേ പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു സത്യം, അതായത് ഞങ്ങൾക്ക് കിട്ടുന്ന 200 കുട്ടികളിൽ നിന്ന് കിട്ടിയ റിസൾട്ടാണിത്. അവിടെ അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ കിട്ടാതെ പോവുകയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞാൽ, ദർശനയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവന് 3 കാര്യങ്ങൾ, ആഗ്രഹവും മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദർശനം എല്ലാ സപ്പോർട്ടും ചെയ്ത് അവനെ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിച്ചേരാണ്ട് സാധിക്കും.